ആ രഹസ്യം അവസാനം പുറത്ത്. ലൂസിഫറിന് ഒ.ടി.ടിക്ക് കിട്ടിയതെത്രേ! മലയാളത്തിന്റെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായിരുന്നു ലൂസിഫർ. മോഹൻലാലിന്റെ ലൂസിഫറിന് ഒ.ടി.ടിക്ക് 13 കോടിയിലധികം ലഭിച്ചുവെന്ന് പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗം റിലീസിനൊരുങ്ങിയിരിക്കുകയാണ്. എബ്രഹാം ഖുറേഷിയെ മോഹൻലാൽ എത്താനിരിക്കുന്ന ചിത്രത്തിന്റെ ആവേശത്തിലാണ് ആരാധകരും എല്ലാവരും. മോഹൻലാലിന്റെ എമ്പുരാനെക്കുറിച്ച് ടൊവിനോ പറഞ്ഞ വാക്കുകൾ ചർച്ചയായിരുന്നു. "എമ്പുരാനിൽ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ. റഷ്യയിലാണല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിച്ചിരിക്കുന്നത്. എത്ര രാജ്യങ്ങളിലാണ് പിന്നെ ചിത്രീകരിച്ചതെന്ന് തനിക്കറിയാം. ഞാൻ കുറേ സീക്വൻസുകൾ കണ്ടു. ഭയങ്കര അടിപൊളിയാണ്. ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയായി കാണണം. പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്കും രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണാൻ ഗംഭീരമായിരിക്കും" എന്ന് നടൻ ടൊവിനോ അഭിപ്രായപ്പെട്ടു. ലൂസിഫറിന്റെ രണ്ടാം ഭാഗവുമായി എമ്പുരാൻ സിനിമ മാർച്ച് 20-ന് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ എല്ലാവരും. സ്റ്റീവൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാമായ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടിയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീവൻ നെടുമ്പള്ളി ക്യാരക്ടറിലെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ പ്രാധാന്യം എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഖുറേഷി എബ്രഹാമിന് പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റെ അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഖുറേഷി എബ്രഹാമായ ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിന്റെ എമ്പുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാലും നായകനാവുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിലുണ്ടാവും. ഗോവർദ്ധന, ഇന്ദ്രജിത്ത്, ജതിൻ രാമദാസ്, ടൊവിനോ തോമസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്.